ബൈ ബൈ. വർഷത്തെ സഹചാരിയാണ്. ഉറുമ്പിക്കര എത്ര തവണ പോയെന്ന് ഓർക്കുന്നുണ്ടോ? എത്ര തവണ പോയെന്ന് ഓർക്കുന്നില്ല, കുറേ പോയിട്ടുണ്ട്. ഇനി വണ്ടി ഇല്ലല്ലേ? ഇല്ലില്ല. എന്നിറങ്ങും മറ്റേത് ഒരാഴ്ച. നമ്പർ പ്ലേറ്റ് പറഞ്ഞു. ആ പപ്പ ആശുപത്രിയിലായിരുന്നു, കൈ ഉരുപ്പി. രാമമ്മ തന്നെ എവിടെയോ റേഷൻ കാർഡിന്റെ എങ്ങാണ്ട് നാട് ചെയ്യാൻ വേണ്ടി പോയി. പിന്നെ അലക്കാൻ പോയൊന്നുമല്ല, റേഷൻ കാർഡ് നോക്കാൻ വേണ്ടി ജയച്ചാച്ചനെ കൂട്ടി പോകാൻ വേണ്ടി അവിടെ മുണ്ടക്കാൻ പോയി. എന്നാ എവിടെ കിടക്കുന്നോ? അതിന് ഞാൻ ഏർമാടത്തല്ലായിരുന്നു. എന്റെ പനി പോയോ? ഫോൺ വിളിക്കാൻ അറിയത്തില്ലായിരുന്നോ? ഫോൺ എന്നാ വിളിക്കാനാ, ഫോൺ വിളിച്ചിട്ട് കാര്യമില്ല. നടക്ക് ആരാണ് ഇത്? വന്നെത്തി താഴെ എത്ര ഇടത്ത് ചോദിച്ചിട്ടാന്നറിയാം. പട്ടി ഉണ്ടോ? ഇല്ലല്ലോ. ശ്യാമള മാത്രമേ ഉള്ളൂ. ആണോ? എന്നിട്ട് തന്നെ സർട്ടിഫിക്കറ്റ് വന്നെത്താൻ പേട്ട പാടോ, ഇനിയും വരത്തില്ല. ഞാനിവിടെ ചോദിച്ചു അപ്പൊ ആ ഇടത്തോണ്ട് കണ്ടപ്പോ എനിക്ക് തോന്നി ഒരു ഞങ്ങള് കാടിന് പോയതാ. ഞാൻ കണ്ടില്ല. ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ ബസ്സിലെ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. അപ്പൊ ഉച്ച കഴിഞ്ഞ് ചിലപ്പോഴാണ് അവനെ വിളിച്ചിട്ട് പോയാൽ മതിയായിരുന്നു. പിന്നെ റേഷൻകടക്കാരനെ നമ്പറൊക്കെ ഉള്ള അതൊന്ന് വിളിച്ചിട്ട് പോയാൽ മതിയായിരുന്നു. കുടിക്കാൻ വേണ്ടേ? കുടിക്കാനിപ്പം തിളപ്പിച്ചോളം ഉണ്ടോ? രതീഷ് മാമ ഇല്ല മോനെ, നന്നായി. രതീഷ് മാമനൊന്നും ഇല്ല. അവരൊരു ഓട്ടം പോയിട്ട് വന്നില്ല. ഓട്ടം പോയിട്ട് വന്നില്ല. ഇവിടെ പുല്ലാട് ഞാൻ പറഞ്ഞില്ലേ, അതിന് പോയിട്ട് വന്നു. എല്ലാം പിടിച്ചെടുത്തു ഇപ്പോഴും. എന്നിട്ട് ഇങ്ങനെ അയച്ചു കൊടുത്താൽ മതി. അങ്ങനത്തെ പിടിച്ചെടുത്തിട്ട് അയച്ചു കൊടുത്താൽ മതി. ഇത് തിരിക്കാവുന്നതല്ലേ? ഇപ്പൊ തിരിച്ചോളൂ. എന്റെ പൊന്നെ വന്നത്ര എന്നെ പാടമാണ്. ഇവിടെ വരെ വണ്ടി വരും, പക്ഷെ എനിക്ക് പിന്നെയും വണ്ടി കയറി ഓട്ടോയൊക്കെ ഉള്ളവന്മാർക്കുള്ള മടിയല്ലേ. പിന്നെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരക്കായോട് ചോദിച്ചു, എന്റെ പൊന്നെ ഇത് എവിടുന്ന് വരുന്ന ചോദിച്ചിട്ട് പിന്നെ തിരിച്ചാ കയ്യിലുണ്ട്. തോട്ടത്തിന്റെ അവിടെ വരെ വന്നു. തോട്ടത്തിന്റെ അവിടെ വന്നിട്ട് പിന്നെ എനിക്കൊരു സംശയം, ഇനി തോട്ടത്തിൽ കൂടെ പോയി ഇനി എതിരെ പോകാനാ വാങ്ങാത്തടി എന്നാ തീരെ വരാം. എപ്പോഴും തലകറക്കമാന്ന് പറയുന്ന ആളോട് എന്നെ വിളിക്കാൻ. അത് ഞാൻ വയ്യാതെ രാവിലെ എണീറ്റ് പിന്നെ പോകാതിരിക്കാൻ പറ്റും. രാവിലെ 8 മണിയൊക്കെ കൊടുത്തു. ഫസ്റ്റിലെ 1 പോലെ 2 മണിക്കൂർ 2.5 മണിക്കൂർ ആണോ? 3 പേര് ഒന്നിച്ച് ചെല്ലണമല്ലോ. അപ്പൊ അവനെ എന്തെങ്കിലും അവിടെ ഇട്ട് കൊടുത്താൽ മതി. വഴിക്ക് അറിഞ്ഞു ഞങ്ങള്
പുതിയ ആധാർ കാർഡ് വേണം, പഴയത് കൊണ്ട് കാര്യമില്ലെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞായിരുന്നു. പക്ഷെ അതനുസരിച്ച് പുതിയ ആധാർ കാർഡ് ലിങ്ക് ചെയ്തത് വേണമെന്ന്. അങ്ങനെ പഴയത് സ്വീകരിക്കത്തില്ലെന്ന്. അതുപോലെ നിങ്ങളുടെ ഇവിടുത്തെ അമ്മയുടെ സർട്ടിഫിക്കറ്റ് വേണം. ഇത് ഇത്രയും നാളായി, അതൊക്കെ ചോദ്യം ഉണ്ടാവും. മരിച്ചപ്പോ എന്തുകൊണ്ട് എടുത്തില്ല? അല്ല, അതൊക്കെ കുറ്റകരമായി. ഇപ്പം പഴയതുപോലെ അല്ല. അത് അങ്ങനെ ഞങ്ങളുടെ സമയം കുറെ പോയി. പഴയതും കൊണ്ട് ചെന്നിട്ട് അവർക്ക് ലിങ്ക് ചെയ്യാതെ വന്നപ്പം പിന്നെ അയാളുടെ കൈ ഏതാണ്ട് വികലാംഗ അപകടം പറ്റി. അതുകൊണ്ട് കളക്ടറേറ്റ് ഇതങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ എല്ലാം ചോദിച്ചാൽ ഇത് മതി, റേഷൻ കാർഡും OTP നമ്പർ, റേഷൻ കാർഡും ആധാർ കാർഡും മാത്രം മതി. റേഷൻ കാർഡ് അതങ്ങോട്ട് വെച്ചിട്ട് എല്ലാരും ചെയ്തിട്ട് ആകുന്നില്ലെന്നേ ഉള്ളൂ. നമ്മളിപ്പോ റേഷൻ പിടിക്കാൻ പോകരുത്, അതിലൂടെ ആധാർ കാർഡിന്റെ ഒരു നമ്പറോട് എഴുതുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നും വേണ്ട. പൊന്നമ്മ അങ്ങനെ ഈ ഞാൻ തന്നെ വന്നത്, ഈ പൊന്നമ്മ ഒട്ടും വരത്തില്ല. ഓ എന്റെ പൊന്നെ എന്നെ നിങ്ങളിങ്ങനെ അതുപോലെ തന്നെ ഇതിലെ പോകുന്നതിന് പോണം വഴിയടയരുത്. എന്നിട്ട് ആ ഇടത്തോണ്ട് കയറാൻ നോക്കിട്ട് ചെരുപ്പ് പിടിക്കുമോ മാങ്ങാത്തല്. പിന്നെ ചെരുപ്പ് പിടി കൈ പിടിച്ചിട്ട് പിന്നെ ആ റോഡിൽ നിന്നുള്ള ഇങ്ങോട്ട് കയറിയിട്ട് ചെരുപ്പ് ഇട്ടിട്ട് മുഞ്ഞി കുത്തിപ്പോയാൽ തീർന്നു. എന്നിട്ട് ആ താഴെ തന്നെ നമ്മുടെ റോഡ് ഇതിലെ ആരും അങ്ങനെ ഇതില് റോഡ് അടയുന്നില്ല. എന്നായാലും വേണ്ടില്ല. അയാള് ചോദിച്ചു അമ്മ എങ്ങോട്ടാ ചോദിച്ചു. ആ ഓട്ടോക്കാരൻ ഞാൻ പറഞ്ഞില്ലെന്ന് നടക്കും ഇതിലെ ഇവിടം വരെ ഉള്ളതെന്ന് പറഞ്ഞു. പിന്നെ ഓരോരുത്തന്മാരോട് ചോദിച്ചിട്ട് അവർക്ക് അരുണ ആരാന്ന് അറിയത്തില്ല. 2-3 അവന്മാരെ അറിയത്തില്ലെന്ന് പറഞ്ഞു. അത് ഒരു വിളിക്കണ്ടേ, വിളിച്ചിട്ട് ഓട്ടോക്കാരനോട് തന്നെയല്ല ഈ വേഷം ആരും അത് സമ്മതിക്കില്ല. ഓട്ടോക്കാരെ കൊടുക്കണം. ഈ വേഷം അംഗീകരിക്കാൻ ഇച്ചിരി പാടാ. അറിയത്തില്ലെന്നേ അറിയാമായിരിക്കും. ഓട്ടോക്കാരിലോട്ട് ഫോൺ കൊടുക്കണം വിളിച്ചിട്ട്. പോകുമ്പോഴത്തേന് അവര് ചോദിക്കുമ്പോ നമ്മള് വഴി പറഞ്ഞു കൊടുക്കും. എന്റെ അടുത്ത് വരാൻ പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ബാബുച്ചന് ഞാൻ പറഞ്ഞു ബാബുച്ചനും കൂടെ പറഞ്ഞു. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. അറിയാം ഈ വെക്കായത്തേലകത്ത് അതിലൊക്കെ ഇറങ്ങി വന്ന് അപ്പൊ ഞാൻ നോക്കുമ്പോ ഇതൊരു പരിചയമുള്ള വഴി പോലെ. പുത്തുകല്ലായിരുന്നല്ലോ ആദ്യമേ. ഒത്തിരി വീടുകളിലായി ഒത്തിരി വീടുകളായി. ഈ വെള്ളമില്ലാതെ ഈ വഴിയില്ലാതെ ഞാൻ വെള്ളം വാങ്ങും. എന്നാലും ടീച്ചറിന്റെ കൃപയുടെ അവിടെ പാത്രത്തിലെല്ലാം വെള്ളമുണ്ട് കേട്ടോ. എന്നാലും ഞാൻ ഇല്ലില്ലെന്ന് പറഞ്ഞു. ഇപ്പം ഈ അവിടെ ഈ എന്താ പറയുന്നത് 5 ലിറ്ററിന്റെ ഈ കോലക്കഷായം വേണ്ടി ചെടിക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ഒരു 7-35 അത്രയും 4 ലിറ്ററും കൂടെ അതിനകത്തും വെള്ളം എടുത്തിട്ട് വരും. അപ്പൊ അതെല്ലാം കൂടെ ബാത്റൂമിൽ കയറ്റി വെക്കുമ്പോ 10 ലിറ്റർ വെള്ളത്തിൽ പോരെ കുളിച്ചപ്പോ. അതിനകത്തൊക്കെ എപ്പോഴും ഏതെങ്കിലും മീനാക്ഷിയൊക്കെ അല്ലേ ആള്. പിന്നെ ഇന്ന് വെള്ളം വരുന്ന ദിവസം വന്ന് കാണുമെന്ന് തോന്നുന്നു. ജലനിധി വെള്ളമുണ്ട്. ഞങ്ങള് 15,000 അടച്ചല്ലേ. അതൊന്നരാടം ഉണ്ട്. 200-200 ഏതാണ്ട് 20 മിനിറ്റ് എന്തായാലും 200,000 വെള്ളം 300,000. പാത്രമുണ്ട് ഇഷ്ടം പോലെ. എന്നിട്ടും ഇനിയും പാത്രം കൊണ്ടുവരാനുണ്ട്. ഒരു തരം ഇല്ലെന്ന് എന്റെ ഒരല് വാട്ടുകല്ലും. അന്നേരം ഇന്നലെ ആന്റി പറഞ്ഞു പൈസയുടെ വലിയ കൊണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു ആന്റി പറഞ്ഞു സുജാത ശ്രമിച്ചാലേ നടക്കുള്ളൂ. ഞാൻ പറഞ്ഞു ശ്രമിക്കുന്നതിന് കുഴപ്പമില്ല, മറ്റേ സംഗതിയില്ല, എന്നാ അവിടെ കിടക്കട്ടെന്ന്. ഇപ്പം പിള്ളേരൊക്കെ പറഞ്ഞിരിക്കുന്ന പൈസ കൊടുത്ത് പഠിപ്പിക്കില്ലെന്ന്. അത് പറഞ്ഞ വഴി കുളമല്ല ചട്ടിക്കകത്ത്. ഞാൻ അവിടെ അവളമാര് വഴക്ക് പറഞ്ഞിട്ട് ഞാനിപ്പം മൺചട്ടിക്കകത്ത് വെള്ളം വെച്ചിരിക്കും. വെളിയില് ഈ ജീവികള് കഴിഞ്ഞ ദിവസം കൂർക്കമ്പാമ്പ് അതൊക്കെ പൊരിഞ്ഞ് നടക്കുമല്ലേ. അത് കാരണം ഇപ്പൊ അങ്ങനെ വെച്ചിരിക്കുക. നടക്കാൻ എഴയാൻ വയ്യ, പടം വഴിയാറായിട്ടാന്നൊക്കെ പറയുന്നത്. ഞാൻ കണ്ടില്ല അവര് പറയുന്നത്. വെള്ളം ഇപ്പം വെച്ചിരിക്കുക കിളികളും പക്ഷികളും ഒക്കെ ഇല്ലേ. പക്ഷിയാണ് ആ വെളിയിലാ ചിറക് കിടക്കുന്നത്. അതേ ഒന്ന് തേങ്ങാതിരും. പിന്നെ പൂച്ചയുള്ളതുകൊണ്ട് പേടിച്ചിട്ട് എടുത്തിട്ടെന്ന്. ഞാൻ അവിടെ സിറ്ററിലാന്നപ്പോ ഞാനൊരു ഇതിനകത്ത് വെള്ളം വെക്കുവേ. വെള്ളം വെച്ചിട്ട് നമ്മള് കുറെ കഴിയുമ്പോഴത്തേനാ വെള്ളം കിളികളെന്തേലും കാക്കയും കിളിയും പിന്നെ പൂച്ചയും കുടിക്കും. പിന്നെ പാമ്പ് കുടിക്കുന്നത് നമുക്ക് കാണുന്നില്ല. രാത്രിയിലൊക്കെ ആണല്ലോ അവിടെ ഞാൻ വെള്ളം അവിടെ വെച്ചത്. പുള്ളി മുളക് ഇടിച്ചിട്ട് വെക്കാനായിട്ടാണ്. തേങ്ങ ഇല്ലാതെ വെക്കുന്നത് നല്ലതാണ്. ഒത്തിരി അതെ
പിന്നെ വെണ്ടയ്ക്കാണ് എന്നെങ്ങാണ്ട് കൊണ്ടുവന്നത് ഉണ്ടാക്കാൻ ഇരിപ്പുണ്ട്. പക്ഷെ അത് സമയം അങ്ങോട്ട് പറ്റുന്നില്ല. അങ്ങനെ ഇതിന് കന്നിനെ കയം കാണിക്കില്ല. 2 കറി കഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അഹങ്കാരം കൂടും. അതുകൊണ്ട് ഞാൻ ആ കണക്കിന് പെണ്ണ് നീട്ടി പിടിച്ചുകൊണ്ട് കഴിഞ്ഞൊക്കെ ഉണ്ട്. ഞാൻ പറയും വേറെ പണിയൊന്നും. അപ്പൊ അവള് കൊറേ മാങ്ങ ഞാൻ ഉപ്പിലിടാൻ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവള് കഞ്ഞിത്തിരി വിളവിന്റെ സുഖമാ. പിന്നെ ആ ഒരു പറമ്പ് കഴിഞ്ഞ നമ്മുടെ വീടല്ലേ. അവൻ എന്നിട്ട് ഇന്ന് വണ്ടിക്കാശ് കൊടുത്തു വിട്ടുന്നത്. ഞാൻ പറഞ്ഞ അവനെ അതിലെ കൊണ്ടുവന്ന് ഇറക്കി ആ പഞ്ചായത്തോടെ കയറി അതിലെ ഇങ്ങനെ വരുവാണ് ആ പാലത്തെങ്കിലോട്ട് ഇറക്കി വിട്ടാൽ മതി. അപ്പൊ അവൻ നാളെ തരാമെന്നും പറഞ്ഞുകൊണ്ട് പൈസ എന്നോട് മേടിച്ചിട്ട് ബാബുച്ചനാണ് അതിലും അപ്പുറമാണ്. അങ്ങനെ 2 മണിയാകുമ്പോഴാണ് സാറിന് ഇവിടെ കറി വെക്കുന്നത്. മതി ആരെ ബോധ്യപ്പെടുത്തണ്ട. മുതിര എങ്ങനെ ചുമ്മാ മുളക് അടിച്ചിട്ട് വെച്ചോ? ഇവളോട് കറി വെക്കാൻ പറഞ്ഞു. ഇവക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. അല്ല മുതിര എന്നെ ഉള്ളി മുളക് പിടിച്ചിട്ടാ പോരെ. ആ മതിയെന്നേ, അറിയത്തില്ല നമുക്ക്. എങ്ങനെ വെച്ചേ? ഞാൻ ചുമ്മാ സവോളയൊക്കെ ഇട്ട് വേവിച്ചിട്ട്. സവോള ഇട്ട് അത് കാച്ചിന് കൊള്ളുന്നാക്കി. സവോള ഇട്ടാലേ അഴുക്കാം. ഉള്ളി നല്ലപോലെ ഇച്ചിരി ഉള്ളി മുളകും കൂടി ഇടിച്ച് ഒലത്തി എടുത്താ പോരെ. പിന്നെ മധുരം ഇട്ട് വേണേ അങ്ങനെ ശർക്കരയൊക്കെ ഇട്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ട് വെച്ചൊക്കെ ഇഷ്ടമുള്ളത്. മുതിര ഞങ്ങൾ ഇട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. മുതിരേ ഇട്ട് വിളഞ്ഞ 3 മാസത്തെ വിളവേ ഉള്ളൂ. അവിടെ വരെ വണ്ടിക്കൂലിക്കുള്ള പൈസ വേണ്ടെന്നേ നടന്നു പൊക്കോളും. സാരമില്ല. ഞങ്ങള് തീ കുരുത്തവരാ. അതെ കൊടയുണ്ടെന്നേ. നടന്നു പോക്കോളാം. വെറുതെ പൈസ കളയണ്ട. എന്തിനാ വെറുതെ കളയണ്ട. ഇന്ന് പൈസ ഇത് തീർത്താൽ നാളെ എനിക്ക് വണ്ടിക്കാശ് വേണം. അതുകൊണ്ടാണ് ഞാൻ വലിച്ചു പിടിക്കുന്നത്. കാശില്ല സത്യമായിട്ടും. അതെ തമാശ പറയുന്നല്ല. കുടുക്ക പൊട്ടിച്ചിട്ട് 1500 ഉണ്ടായിരുന്നു. അതെല്ലാം തീർത്ത്. ഭയങ്കര പൈസ അങ്ങോട്ട് ആകുന്നില്ല. എന്നാ പിന്നെ ആയിക്കോട്ടെ. 6 മാസം ബുദ്ധിമുട്ടാ. പൈസക്ക് ഇതുപോലെ ഇവിടെയും കഞ്ഞി വെക്കുന്നുണ്ടോ? ആഹാ ശരി. അയ്യോ ഇവിടെ വാശിക്കത് വെന്ത് പോയി നോക്കിയിട്ടെന്നും പറഞ്ഞല്ലോ കഞ്ഞി. അതിനൊന്നും അല്ല ഞാൻ പറഞ്ഞ. ഞാൻ ഈ കറി ഇതല്ലേ, അതാണെങ്കിൽ കഞ്ഞിയും ഇതും കൂടെ നല്ല രുചിയാ. ഞാൻ അറിഞ്ഞില്ലല്ലോ മീൻ മേടിച്ചോന്നു. അതൊക്കെ ശ്യാമള ഒതുക്കത്തിൽ കൊണ്ടിരുന്നല്ലേ. ഇനിയിപ്പോ കഞ്ഞി കൂടി അല്ലെ കോരി ഒരു വലിയ പാത്രത്തിലോട്ട് ആണോ? അല്ലാത്തപ്പോ കഞ്ഞി അല്ലേ. ഇവിടെ അരകല്ലൊക്കെ ഉണ്ടല്ലേ. അരകല്ല് ഇങ്ങനെ ഇടണമായിരുന്നു. ഇങ്ങനെ ഇടണ്ടേ. അത് അങ്ങോട്ട് തിരിച്ചിടണം. ഇത് തെറ്റാ. ഇത് ഇങ്ങനെ തെക്ക് വടക്കാ. അല്ല ഇതിപ്പോ മനസ്സിലായോ? ഇതാണോ കുളം? കുടിക്കാൻ എടുക്കുമോ വെള്ളം? ഇല്ല, കുടിക്കാൻ കിണറ്റിലുണ്ട്. പിന്നെ ആയിക്കോട്ടെ എടി. അവളൊക്കെ പോയി. വന്നെത്തിയാൽ നല്ല ഏറിയ വന്നെത്താനാ. ആദ്യമായിട്ട് വരുന്നോണ്ടാ. ഓട്ടോ ആണോ? അത് തിരിച്ചു. അത് വേറെ ആരാണ്ട് ചെറിയ ചേട്ടനെ കൊണ്ടുപോകാൻ വന്നതായിരിക്കും. പുള്ളിയുടെ ഓട്ടോ കമ്പാനാണ്. മറ്റേ പുള്ളി ഓട്ടം വന്നതാണ് അപ്പുറത്തെ വീട്ടില്. പുള്ളി അങ്ങോട്ട് ഓട്ടം വന്നാന്ന് പറഞ്ഞില്ലേ. കൊണ്ടുവിടും. സാർ റോഡ് വരെ കൊണ്ടുവിടും. ചുമ്മാ പോന്നെ. അത് ഇച്ചിരി പരിചയം വേണം. ഇച്ചിരി വളവൊക്കെ ഉണ്ടേ. കയറി വരുന്ന കൂട്ട് വണ്ടിയൊക്കെ. ഓ ഇല്ല, റോഡെല്ലാം ഇങ്ങനെ തന്നെ അങ്ങ് വരെ. അതുപോലൊക്കെ ഉള്ളൂ. എന്നാ വേണമെന്നാ
പോകാൻ വീട്ടിൽ കയറി പോകും. ആര് വന്നു? എന്നാ എന്നാ എന്തിന് അവിടെ കിടന്നോട്ടെ. ഓക്കെ ഉമ്മ നമ്പർ ഇറക്കല്ലേ. Alexa, continue. അതല്ല അപ്പൊ പാട്ട് പറയട്ടെ പറയട്ടെ. അതിന് നാരായണ ഇടി തരും നിനക്ക് കേട്ടോ. പോ നീ മനസ്സിൽ വെച്ചല്ലോ സംസാരിക്കുന്നത്. കാര്യം ഇച്ചിരി വെടുങ്ക് കേസൊക്കെയാന്ന് പറഞ്ഞാലും എവിടം വരെ പോയി? താഴെ ഇറങ്ങാൻ പറഞ്ഞപ്പോ നീ അല്ലേ പറഞ്ഞു അങ്ങോട്ട് കൊണ്ടുവന്ന് കൂട്ടാക്കാൻ. ഞാൻ ചെറിയൊരു പണി തന്നല്ലേ. നിന്റെ ശരീരത്തിന്റെ ആംബിയൻസ് നടന്നു കഴിഞ്ഞാൽ ആരോഗ്യം കുറയത്തൊന്നുമില്ല, കൂടത്തേ ഉള്ളൂ. പിന്നെ ശ്യാമളിനി ഒന്നും ചെയ്യണ്ട, ഇവിടെ എല്ലാം ചെയ്തോളാം. അതിന് ഇതെല്ലാം വയ്യാഴിയുള്ളതെന്നറിയോ? അതാ പറഞ്ഞു. എന്നിട്ട് വരെ കയറി വന്നില്ല. ശ്യാമളമ്മയാണോ വരുമോ? അന്നേരം ഓട്ടോ വിളിക്കല്ലേ. കണ്ടുപഠിക്കുക ഞാൻ കയറാൻ നീയാണ് കയറുന്നത്. ഈ കാര്യം ഇപ്പൊ നിനക്ക് അത്ര സാധനം എടുത്താണ് ഇപ്പൊ ഞാൻ എവിടുന്നാ വന്നത്? അതെന്നെ വിളിക്കണമായിരുന്നു. ഞാൻ ഇറങ്ങി വരത്തില്ലായിരുന്നോ? ഞാൻ വിളിച്ചാൽ വരുമെന്ന് ശ്യാമളയ്ക്ക് അറിയത്തില്ലേ? വിളിക്കണമായിരുന്നേ. ജാട കാണിക്കല്ലോ അന്നേരം. ആ വളവിന്റെ അവിടം വരെയെങ്കിലും ഞാൻ വരും, അതിന് കുഴപ്പമില്ല. ആ വളവിന്റെ അവിടെ എന്നെ വിളിച്ചായിരുന്ന വളവിന്റെ അവിടം വരെ ഞാൻ വന്നാലോ. അവർക്ക് വണ്ടി ഉണ്ടായിട്ടും കണ്ടോ നടക്കുന്നത്? അങ്ങനെ കണ്ടുപിടിക്കണം മനുഷ്യരെ. വിളിക്കാതിരിക്കാനൊന്നും വിഷയമുള്ള കേസല്ല. പിന്നെ ഒരു കുന്തമില്ല, ഞാനില്ല. പടി പിന്നെ അവിടെ ചൂടാ ഭയങ്കര. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. മിടുക്കിയോ മിടുക്കൻ? ആരെൻ്റെയോ പേരില്ല. സുമതി പറയരുത് അവളോട്. അത് തന്നെ. എൻ്റെ അച്ഛൻ്റെ പേരെന്താ? വാവ്, കൃഷ്ണൻകുട്ടി. സ്പെല്ലിംഗ് പോലും മാറ്റി തരാം. എന്റെ പേരെന്തുവാ? ഏതാ ഏത് വീഡിയോ? ഞങ്ങൾ കണ്ടിട്ടില്ല. എവിടെ? ടി വിക്കകത്തുണ്ടായിരുന്നോ? ആണോ? അതന്നെ അതന്നെ. മതിയോ? എന്നാ എഴുതിട്ട് പോക്കണം. പറ. അമ്മയുടെ പേരെന്താ? പറയൂ. അമ്മയുടെ പേരെന്താ? അമ്മയുടെ പേരെന്താ? സുമതി കുഞ്ഞമ്മ. ആ. അതിന്റെ പേര് പിയൻ കൃഷ്ണൻകുട്ടി. ആ. എന്റെ പേരോ? സോജി. മതിയോ? നാത്തൂടെ അമ്മയുടെ പേരെന്താ? നാത്തൂന്റെ അമ്മയുടെ പേരെന്താ? ഞാൻ ഇന്നലെ പറഞ്ഞു, ഒന്ന് ആലോചിച്ച് നോക്കി. ഫോട്ടോ വരെ കാണിച്ചു. ഞാൻ കാണിക്കുന്നില്ല. നീ പറ, പേര് പറ ആദ്യം. രാധമ്മ അല്ല, പറയുന്നില്ല നീ. വി ക്ലൂവാ. വി, തുടക്കം വിയാ. അമ്മയുടെ പേരാ? നാത്തൂന്റെ അമ്മയുടെ പേരിന്റെ തുടക്കുന്നത് വി.
നമ്മുടെ പേര് പറ. കാത്തോടെ അമ്മയുടെ പേര്. കാത്തുൻ്റെ അമ്മയുടെ പേര്, കാത്തുൻ്റെ അമ്മയുടെ പേര്, കാത്തുൻ്റെ അച്ഛൻ്റെ പേര്, ഫോട്ടോ എല്ലാം കാണിക്കുകയും പറയുകയും ചെയ്തതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്നലെ പറഞ്ഞ കുഞ്ഞമ്മ. അത് വേറെ. അതാരാ പറ. കാത്തോടെ അമ്മ. പിന്നെ അങ്ങനെയാണ്. കാത്തോടെ അമ്മയുടെ പേര്. കാത്തുൻ്റെ അമ്മയുടെ പേരല്ലേ ഞാൻ ചോദിച്ചത് അല്ലേ? പറയുന്നേ. വീഡിയോ എടുക്കുന്നുണ്ടോ? മാറ്റുന്നുണ്ടോ? വാന്നോ? സുന്ദരിക്കുഞ്ഞമ്മ നടുവേനായിട്ടിരിക്കുക. ഇന്നലെ ഇച്ചിരി വർക്കുണ്ടായിരുന്നല്ലോ. നമ്മളെ ഒരു കോമ്പൗണ്ടിൽ തന്നെ എല്ലാ വീടും. കുറച്ച് ദൂരേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും. തറവാടിനെ ചുറ്റിപ്പറ്റിയാണ്. ചോറിനാ മീനാട്ടെ. ആ വേണ്ട, വേറെന്താ ഉദ്ദേശിച്ചല്ലേ? ചേട്ടായിയാണോ വെച്ചേ? ചോറ് വെച്ചേ? അല്ലേ? എന്നാ പറഞ്ഞേ? കമോണ്ട്രാ. എനിക്ക് പറയാൻ ഇപ്പോഴും അറിയത്തില്ല. ഉസ്ബെക്കിസ്ഥാൻ. എന്നാലും കാത്തു ഒരു കപ്പ് വെള്ളം തന്നില്ലോ എന്ന് പറ. വാട്സാപ്പിൽ ഒരാൾ എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഗ്ലാസ് വെള്ളം പോലും എനിക്ക് തരാൻ പറ്റിയില്ല, സോറി. ആണോ? വേണ്ടാട്ടോ. പൈസ അല്ലേ നോർമലായപ്പോ അതൊക്കെ മാറി. പക്ഷെ വേറെ കാര്യമുണ്ട്. നിങ്ങൾ നോക്ക്, കെട്ടുമ്പോൾ എത്ര ദിവസമായി. ഒരു പ്രാവശ്യം ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചോ? സൗകര്യമില്ല. സൗകര്യം വെള്ളം തരാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ പോയത്. അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ പോയെന്നോ? ആ വീട്ടിൽ പോയി. അതാണ് ഉദ്ദേശം. നേരെ വീട്ടിലോട്ടാ. നേരെ വീട്ടിലോട്ടാ. എന്നാ ഇവിടെ പോയി കിടന്നോ, ഞാൻ പോകാം. വന്നാൽ മതി, വിളിച്ചാൽ മതി. താവട്ടെ ഇറങ്ങി വന്നാൽ മതി. എന്നാ നമ്പറാണോ? ഹിന്ദി വേണ്ട. ഇത് വേണ്ട. എങ്ങോട്ടാ? നേരെ അകത്തോട്ട് അത് തള്ളിക്കേന്. നമുക്ക് ഊരാൻ പറ്റുമോ? ഇതിലിറങ്ങ. ഇത് വെക്ക. അത് ഞാൻ ഈ ഡ്രസ് ഇട്ടോണ്ടോ വിചാരിച്ചേ. ഇവിടെ വാ, നമുക്ക് വില പോയില്ല. വാ കുഞ്ഞെ, വാ നമുക്ക് വില പോയില്ല. ഇത് പിടിച്ചാമേ. നീയാ ഇന്നലെ ഒരു അക്ഷര ഞാൻ മിണ്ടായിരുന്നേ. അങ്ങോട്ട് നീ എവിടെ പോയി? 1-ാം തീയതി നീ ഇങ്ങനെയൊക്കെ നോക്കുവോ? 1-ാം തീയതി അല്ലേ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടി പൊന്നെ. ഞാനോ? എന്റെ തടി ഞാനല്ല നിന്റെ ചേച്ചി. ആരും ചേട്ടനോട് രാവിലെ വഴക്കുണ്ടാക്കിയടി. സ്വാഭാവികം. പുഴയോ?
വേണം നമുക്ക് മീൻ പിടിക്കണം. അല്ല പുഴയല്ല നമുക്ക് മീൻ പിടിക്കാം. ആരവിനോ എന്നിട്ടാണ് നീ ഇന്ന് വന്ന നീയാ? അയ്യോ പിന്നല്ലേ അവന്മാരെ കൊണ്ടായിക്കോളും. എന്നാ പിടിച്ച് വേർത്തൊലിച്ചിരിക്കുവോ വെള്ളം കുഴപ്പമില്ലോ. അവര് വന്നില്ല, അവർ സ്കൂളിൽ പോയി. ഇനി ലക്ഷ്യം വന്നു. കറണ്ട് വീഴടാ. മഴ പെയ്യായിരിക്കുമല്ലേ? കൊടയില്ലായിരുന്നു. കട്ട് ചെയ്യാനോ ഇല്ലാതെ ജോയ്ക്കും ഇനി അതാ വേണ്ട. അത് നല്ലത് കണക്ക് സത്യം പറഞ്ഞ അതാണ്. ആറെ കിടക്കുന്ന കണ്ടോ? ഇവിടെ പോവാ. ഹായ് വെച്ചി. ഹായ്. എന്തെങ്കിലും പോയില്ലേ? ഓ ഒരു രക്ഷയില്ല. ഈ ചേച്ചിയാണ് ചോദിച്ച എന്താണ് എന്താണ് അപ്പൊ എന്നിട്ടാണ് ചെലവൊന്നും ഇല്ലാത്ത പൊക്കോണമുണ്ടാകും രാവിലെ പണിക്കോട്ട്. മൂന്നാമത് ഇത് പെട്ടതാ കൊല്ലങ്ങൾ പോയല്ലേ? അതെ ഇവരിങ്ങനെ ഇരിക്കുവന്നേ പേടിയാണ്. ഇടയ്ക്ക് പുള്ളി അതിൽ ഇതിലൊക്കെ പിടിക്കാൻ കാല് കയറ്റി മേളി വെച്ച് ചെയ്യുമ്പോൾ പിന്നെ അനങ്ങത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല എന്നാലും ഇവരിങ്ങനെ ശരിയത്തില്ലേ? ചിലപ്പോ കുന്തലിക്ക്. ആ അതാ ചേച്ചി അങ്ങനെ അത് തന്നെ ഒരു മാറ്റമില്ല. ഒരു മാറ്റമില്ല. അവിടെ തുടങ്ങുന്നുണ്ടോ? അങ്ങോട്ട് വരണം. അവിടെ വന്നോ അവിടെ വന്നോ. താറാവരും കൊച്ചു പേടിക്കും. അത് ഇതിനുള്ള സ്നേഹം കൊണ്ടല്ല, ഇടക്കയത്തിന് പോകാനായിട്ട് ബൈക്ക് വരുന്ന താമസിക്കുന്നു പറഞ്ഞത്.
ഓടിയുണ്ടോ? ഓ ഇല്ല. അല്ലേപ്പോ ബേബിയെ നീ ഈ ഇപ്പം പറയുന്ന മാത്രം നീ മൈൻഡ് ചെയ്യാത്ത തന്നെ അവൻ പോകണ്ടെന്ന് പറഞ്ഞ കേട്ടില്ലേ? ശരിക്കും ഭക്ഷണം കുഞ്ഞിനത്തെ ഒരു സ്നേഹമാണ് ഇപ്പോഴാണോ കാണിക്കുന്നത് അല്ലേ? ശരിയാ, അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നു. അത് കുഴപ്പമില്ല. നീ അമേരിക്ക പോകുന്ന ഞാൻ വിചാരിച്ചോ? അമേരിക്ക പോകുന്ന വിചാരിച്ചോ? ഉറുമ്പനാണോ വരാ? പറ്റിച്ചേ പോവാണ്. വാ